വൈകുന്നേരം വെറുതെ ഇരുന്നപ്പോൾ വല്ലാത്തൊരു ഭക്തിമൂടം കയറി വന്നു. എന്നാ പിന്നെ അമ്പലത്തിലോട്ടോ പള്ളിയിലോട്ടോ എവിടെയെങ്കിലും പോകാന്ന് വെച്ചു. പിന്നെ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാ പിന്നെ പള്ളിയിലോട്ട് തന്നെ വിടാം. അങ്ങനെ ഞങ്ങൾ നേരെ വെട്ടാട് പള്ളിയിലോട്ടാണ് പോയത്. ഇവക്ക് പിന്നെ ക്യാമറ ഉണ്ട്, അപ്പൊ ഉമ്മിക്കണം, ഇതിപ്പോ സ്ഥിരം സൂക്കേടാണ്. അങ്ങനെ മനസ്സിലുള്ള A to Z വരെയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിനോട് പറഞ്ഞിരുന്നപ്പം എന്തോ ഒരു സുഖം, വല്ലാത്തൊരു ഭാരം ഒഴുങ്ങിയിട്ടതിലൊക്കെ തോന്നി. അങ്ങനെ പ്രാർത്ഥനയെ കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് നടന്നപ്പോഴാണ് ഞാൻ മുകളിൽ കൂടെ കുറച്ച് പക്ഷികൾ പോകുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ അതിനെയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. കിട്ടില്ല എന്ന് കണ്ടിട്ടും വെറുതെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കടലിലോട്ട് ഇറങ്ങാതെ പുറമേ നിന്ന് കടലൊക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടിയിലേക്ക് കടന്നു. യെസ്, ഫുഡ് ഡേ. ആദ്യം തന്നെ പാനിപൂരിയാണ് മേടിച്ചത്. എന്ത് കഷ്ടപ്പെട്ട് നിന്നിട്ടാണെന്ന് പറയുമ്പോൾ ഈ പാനിപൂരി കിട്ടിയത്. ഉഫ്, അത് കൈ കിട്ടിയപ്പോൾ സുഖം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. പിന്നെ ഇതിന്റെ കൂടെ കുറച്ച് കോളിഫ്ലവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത് മേടിച്ചത് നല്ല മുളക് ബജി സോസ് വരുന്നു കേട്ടോ. അതിങ്ങനെ അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണം. വലിയ ഗുണമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം. എന്നിട്ട് അവിടെ നേരെ ഫുഡ് അടിക്കാൻ പറ്റും. ഈ ഇടയ്ക്ക് ഇൻസ്റ്റയിൽ റീൽസിലൊക്കെ കണ്ട ഒരു പഞ്ചാബി ഹോട്ടലിലോട്ടാണ് ഞങ്ങൾ ഇന്ന് പോയത്. അങ്ങനെ എന്ത് ഫുഡ് വേണമെന്ന് ചോദിച്ചപ്പോൾ മെനു എന്തൊക്കെയാണെന്ന് പോലും ചോദിക്കാതെ ഞങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു പൂരി. പക്ഷെ നമ്മൾ സാധാ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന കറികളൊന്നുമല്ല ഇവിടുത്തെ പൂരിയുടെ കിട്ടുന്നത്. പൂരിയുടെ നെല്ലിക്കാച്ചാറ്, സവാള, പപ്പടം, പിന്നെ ഒരു മുളവിട്ട മധുരമുള്ള ഒരു കറി, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കറി, പിന്നെ ഒരു പയറിട്ട കറി. പക്ഷെ ഇതിൽ പയറേത്, മുളവേത്, ഉരുളക്കിഴങ്ങ് ഏതെന്ന് അറിയണമെങ്കിൽ നമ്മൾ കഴിച്ചാൽ നോക്കണം. കാരണം എല്ലാം ഒരുപോലെ മഞ്ഞ കളറിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞങ്ങൾക്ക് 4 പേർക്കും ഓരോരുത്തർക്കും ഓരോ കറിയാണ് ഇഷ്ടപ്പെട്ടത്. എനിക്കാണെങ്കിൽ മുളക് ചേർന്ന കറി വലിയ ഓക്കെ അല്ലായിരുന്നു. കാരണം ഇതിലൊരു മധുരം ഉണ്ടായിരുന്നു. ഈ മധുരം ഏരി എല്ലാം കൂടി ചേർന്നപ്പോൾ എനിക്ക് അത് വലിയ ഓക്കെ ആയിട്ട് തോന്നിയില്ല. പക്ഷെ എനിക്ക് ഉരുളക്കിഴങ്ങ് കറി, നെല്ലിക്കാച്ചാറ് നല്ല ഇഷ്ടപ്പെട്ടു. എന്റെ കിട്ടിയവരാണെങ്കിൽ ഞാൻ മുളകറി നല്ലോണം ഇഷ്ടപ്പെട്ടു. ആന്റിക്കാണെങ്കിൽ പയറുകറി ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മൂനാണെങ്കിൽ എല്ലാം കണക്ക് പോയായിരുന്നു. പക്ഷെ എനിക്ക് ആ ഉരുളക്കിഴങ്ങ് കറിയും നെല്ലിക്കാച്ചാറ് മാത്രമാണ് ഉള്ളതിൽ ഇഷ്ടപ്പെട്ടത്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ബൈ ബൈ.